നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം ഇതാണ്. ദൈവശാസ്ത്രപരമായി നോക്കുമ്പോൾ ഒന്നിനുവേണ്ടി നിയമിക്കപ്പെടുക എന്നു പറഞ്ഞാൽ ശരിക്കും എന്താണ് അർത്ഥമാക്കുന്നത്? ഈയൊരു വിഷയത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ നമ്മൾ എപ്പോഴും തുടങ്ങേണ്ടത് ഈയൊരു വാക്യത്തിൽ നിന്നാണ്. കാരണം മറ്റെല്ലാ ആശയങ്ങളുടെയും അടിത്തറ ഇതാണ്. ഇതൊരു വലിയ വാഗ്ദാനമാണ്. ഈ ആശയം ശരിക്കും മനസ്സിലാക്കാൻ ഒരു ഹിന്ദി വാക്ക് നമ്മളെ സഹായിക്കും. ടഹരായ. ഈ പ്രഭാഷണത്തിൽ ഈ വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. നിയമിക്കപ്പെട്ട, തെരഞ്ഞെടുക്കപ്പെട്ട എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. അതായത് ഒരു പ്രത്യേക ദൈവിക ഉദ്ദേശത്തിനു വേണ്ടി ഒരാളെ തെരഞ്ഞെടുത്ത് മാറ്റി നിർത്തുന്നു എന്നൊരാശയം ഇതിലുണ്ട്. ശരി, അപ്പോൾ നമുക്കിതിൻ്റെ കാതലായ ആശയത്തിലേക്ക് കടക്കാം. ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ മനസ്സിലാക്കുന്നതിന് മുൻപ് ഈ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ് ആ വിശ്വാസം? വളരെ ലളിതമായി പറഞ്ഞാൽ, ചില ആളുകളെ ദൈവം നിത്യജീവനു വേണ്ടി മുൻകൂട്ടി തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ നിയമിച്ചിരിക്കുന്നു എന്നതാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 13:48 അനുസരിച്ച് ഒരാൾക്ക് യേശുവിൽ വിശ്വസിക്കാൻ കഴിയുന്നത് തന്നെ ഈ നിയമനത്തിന്റെ ഒരു തെളിവായിട്ടാണ് കാണുന്നത്. പക്ഷേ ഈ നിയമനം എന്ന ആശയം രക്ഷയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല കേട്ടോ. അത് സമയമെന്ന വലിയ ആശയത്തിലേക്ക് വരെ വ്യാപിച്ചു കിടക്കുന്നുണ്ട്. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇവിടെ നോക്കൂ, 2 വ്യത്യസ്ത വഴികളാണ് കാണിച്ചിരിക്കുന്നത്. ഒരു വശത്ത് രക്ഷ, നിത്യജീവൻ, ഒരു ദൈവിക പദ്ധതി എന്നിവയ്ക്കായി നിയമിക്കപ്പെട്ടവർ. മറുവശത്ത് കോപത്തിനും ശിക്ഷാവിധിക്കും. അവിടെ കാര്യങ്ങൾ യാദൃച്ഛികമായി സംഭവിക്കുന്നു. ഇവിടെ ഊന്നൽ കൊടുക്കുന്നത് വിശ്വാസികൾക്കായി ദൈവത്തിനൊരു പ്രത്യേക പദ്ധതിയുണ്ട് എന്നതിനാണ്. ഈ നിയമിത സമയമെന്ന ആശയം പുതിയതൊന്നുമല്ല. ബൈബിളിൽ ഉടനീളം നമുക്കിത് കാണാൻ പറ്റും. സാറയ്ക്കൊരു മകനുണ്ടാകുന്നതുപോലുള്ള വ്യക്തിപരമായ വാഗ്ദാനങ്ങൾ മുതൽ ദുരാത്മാക്കളുടെ ശിക്ഷ, ലോകത്തിന്റെ അന്ത്യന്യായവിധി വരെ എല്ലാത്തിനും ഒരു നിയമിത സമയമുണ്ട്. യേശു പറഞ്ഞൊരു ഉപമയുണ്ട്, ഗോതമ്പിന്റെയും കളകളുടെയും. ആ ഒരു കഥയിലൂടെ ഈ ആശയം കുറച്ചുകൂടി വ്യക്തമാക്കാം. അന്തിമ ന്യായവിധിക്കായി ഒരു സമയം നിയമിച്ചിട്ടുണ്ട്. അതുവരെ നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കണം. നല്ലതും ചീത്തയും ഒരുമിച്ച് വളരും, പക്ഷേ വിളവെടുപ്പ് കാലത്ത് അവയെ വേർതിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ വിശ്വസിക്കുന്ന ഒരാൾക്ക് ജീവിതത്തിൽ എന്ത് ലക്ഷ്യമാണ് ഉണ്ടാവുക? അതാണ് അടുത്തതായി നമ്മൾ നോക്കുന്നത്. ഇതൊരു പ്രവർത്തനത്തിനുള്ള ആഹ്വാനം കൂടിയാണ്. ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, അല്ലേ? രക്ഷയ്ക്കായി നമ്മൾ നിയമിക്കപ്പെട്ടെങ്കിൽ പിന്നെ വെറുതെ ഇരുന്നാൽ മതിയോ? അതോ നമ്മുടെ ജീവിതത്തിന് എന്തെങ്കിലും പ്രത്യേക ഉദ്ദേശമുണ്ടോ? ഈ ചോദ്യമാണ് ദൈവിക പദ്ധതിയിൽ ഓരോ വ്യക്തിക്കുമുള്ള പങ്കിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നത്. 1 കൊരിന്ത്യർ 12:28 അനുസരിച്ച് ദൈവം സഭയിൽ ഓരോരുത്തർക്കും ഓരോ റോളുകൾ നൽകിയിട്ടുണ്ട്. അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, അധ്യാപകർ, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവർ, അങ്ങനെ പല റോളുകളിലേക്കും ആളുകളെ നിയമിക്കുന്നു. യേശു തന്നെ ഇത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഇതൊരു നിഷ്ക്രിയമായ നിയമനമല്ല. നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് വെറുതെയല്ല, മറിച്ച് പുറത്തുപോയി ഫലം കായ്ക്കാനാണ്, മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു നല്ല മാറ്റം കൊണ്ടുവരാനാണ്. ഇനി വേറൊരു കാര്യത്തിലേക്ക് വരാം. നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് മറ്റുള്ളവർ ചോദിക്കുമ്പോൾ എന്ത് ചെയ്യണം? അതും ഈ നിയമനത്തിന്റെ ഭാഗമാണ്. സംശയത്തോടെ ചോദ്യങ്ങൾ ചോദിക്കുന്നൊരു ലോകത്ത് നമ്മൾ എങ്ങനെയാണ് മറുപടി പറയേണ്ടത്? അവിടെയാണ് ഈ നിർദ്ദേശം വരുന്നത്. വെറുതെ ഉത്തരം പറഞ്ഞാൽ പോരാ, അതെങ്ങനെ പറയണം എന്നതിനും പ്രാധാന്യമുണ്ട്. സൗമ്യതയോടും ബഹുമാനത്തോടും കൂടി വേണം നമ്മുടെ പ്രത്യാശയെക്കുറിച്ച് മറ്റുള്ളവരോട് വിശദീകരിക്കാൻ. ഇതുവരെ നമ്മൾ നല്ല കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചത്. പക്ഷേ ഈ വിശ്വാസത്തിന് വളരെ പ്രയാസമേറിയൊരു വശം കൂടിയുണ്ട്. അതാണിനി നമ്മൾ കാണാൻ പോകുന്നത്. ജീവിതത്തിലെയും വിശ്വാസത്തിലെയും ഏറ്റവും കഠിനമായ വശങ്ങളെയും ഈ ആശയം അഭിമുഖീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനർത്ഥം എല്ലാവരും നല്ല കാര്യങ്ങൾക്കു വേണ്ടി മാത്രമാണോ നിയമിക്കപ്പെട്ടിരിക്കുന്നത്? അതൊരു വലിയ ചോദ്യമാണ്. കാരണം എല്ലാ നിയമനങ്ങളും എളുപ്പമുള്ളതോ സന്തോഷം നൽകുന്നതോ ആകണമെന്നില്ല. ഇതാണ് ഒരുപക്ഷെ മനസ്സിലാക്കാൻ ഏറ്റവും പ്രയാസമുള്ള ഒരു ഭാഗം. ചിലർ വചനം അനുസരിക്കാത്തതുകൊണ്ട് ഇടറി വീഴുന്നു, അതിനായി അവർ നിയമിക്കപ്പെട്ടിരുന്നു എന്നുപോലും പറയുന്നു. ഇത് അവരുടെ അവിശ്വാസത്തിന്റെ ഒരു ഭവിഷ്യത്തായിട്ടാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അത് മാത്രമല്ല, ഇന്നൊരു ചോദ്യം കൂടിയുണ്ട്. രക്ഷയ്ക്കായി നിയമിക്കപ്പെട്ടവർ തന്നെ എന്തിനാണ് കഷ്ടപ്പെടുന്നത്? അതൊരു വിരോധാഭാസമല്ലേ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം പോലെയാണ് റോമർ 7:30 മുതലേ ഈ ഭാഗം. കഷ്ടപ്പാടും പീഡനവുമെല്ലാം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്നത് ഒന്നാണ്. അത് അവരുടെ നിയമനത്തിന്റെ ഭാഗമാണ് എന്നൊരു ആശയമാണിത് നൽകുന്നത്. അതായത് ജീവിതത്തിലെ ഏറ്റവും വലിയ യാഥാർത്ഥ്യമായ മരണം പോലും ഒരു യാദൃച്ഛിക സംഭവമല്ല. ഈ കാഴ്ചപ്പാടിൽ അതും ഓരോ മനുഷ്യനും വേണ്ടി നിയമിക്കപ്പെട്ട ഒന്നാണ്. അപ്പോൾ നമ്മളിതുവരെ സംസാരിച്ച കാര്യങ്ങൾ ഒന്ന് ചുരുക്കി പറഞ്ഞാൽ, ഈ വിശ്വാസമനുസരിച്ച് ജീവിതം യാദൃശ്ചികമല്ല. അതിനൊരു ദൈവിക പദ്ധതിയുണ്ട്. നമ്മുടെ സേവനത്തിനൊരു ലക്ഷ്യമുണ്ട്. കഷ്ടപ്പാടുകൾക്ക് പോലും ഒരർത്ഥമുണ്ട്. പിന്നെ വിധി, അത് നമ്മൾ തീരുമാനിക്കുന്നതിനേക്കാൾ ദൈവം തെരഞ്ഞെടുക്കുന്ന ഒന്നായി മാറുന്നു. അവസാനമായി നമുക്ക് സ്വയം ചോദിക്കാവുന്ന ഒരു ചോദ്യം ഇതാണ്:
നിയമിക്കപ്പെട്ടു എന്ന ഈ ഒരൊറ്റ വിശ്വാസം നമ്മുടെ ഇച്ഛാസ്വാതന്ത്ര്യം, നമ്മൾ നേരിടുന്ന പ്രതിസന്ധികൾ, നമ്മുടെ ഭാവി എന്നിവയെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടിനെ എത്രമാത്രം മാറ്റിമറിക്കും, ഇതൊന്ന് ആലോചിച്ചു നോക്കാവുന്നതാണ്.